നിങ്ങളെല്ലാവരും മൗത്ത് വാഷസ് ഉപയോഗിക്കുന്ന ആൾക്കാരായിരിക്കും അല്ലേ? ഇതിൻ്റെയൊക്കെ കൃത്യമായിട്ടുള്ള ഉപയോഗം എന്താണ്? ഈ മൗത്ത് വാഷ് ശരിക്കും എന്താണെന്നൊന്നും അറിയാതെ ആയിരിക്കും പലരും അത് വായിലേക്ക് എടുത്ത് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ മൗത്ത് വാഷസിനെ കുറിച്ച് പറഞ്ഞുതരാം. ഈ മൗത്ത് വാഷസ് തന്നെ പല തരത്തിലുണ്ട്. 3 കാറ്റഗറി ആയിട്ട് നമുക്ക് മൗത്ത് വാഷസിന് തിരിക്കാൻ പറ്റും. ഒന്നാമത്തത് നോർമൽ മൗത്ത് വാഷ്, അതിനെ കോസ്മെറ്റിക് മൗത്ത് വാഷ് എന്ന് പറയും. നോർമൽ മൗത്ത് വാഷ്. പിന്നുള്ളത് തെറാപ്യൂട്ടിക് മൗത്ത് വാഷ് ആണ്. പിന്നുള്ളത് സ്പെഷ്യലൈസ്ഡ് മൗത്ത് വാഷ് എന്ന് പറയും. നോർമൽ മൗത്ത് വാഷ് എന്ന് പറയുന്നത് സാധാരണഗതിയിലുള്ള കോസ്മെറ്റിക് മൗത്ത് വാഷ് ആണ്. അത് നമ്മൾ ഉപയോഗിക്കുന്നത് ടെമ്പററി ബാഡ് ബ്രെത്ത്, എന്തെങ്കിലും ഗാർലിക് ഓണിയനോ അങ്ങനെ എന്തെങ്കിലും ഫുഡ് കഴിച്ച് കഴിയുമ്പോൾ ഉണ്ടാകുന്ന ഒരു ടെമ്പററി ബാഡ് ഓർഡർ വായിന്ന് മാറ്റാൻ, ഒരു റിഫ്രഷിങ് ഇത് കിട്ടാൻ വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ ഈ മൗത്ത് വാഷ് ഉപയോഗിക്കുന്നത്. അതൊരു സോഷ്യൽ ഹൈജീൻ്റെ ഭാഗമായിട്ട് ഉപയോഗിക്കുന്നതാണ്. അതിനകത്ത് പ്രത്യേകിച്ച് ജേംസിനെ കില്ല് ചെയ്യാനുള്ള ആൻറ്റി മൈക്രോബിയൽ ആക്ഷൻസ് ഒന്നും ഈ നോർമൽ കോസ്മെറ്റിക് മൗത്ത് വാഷിൽ കാണില്ല. നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ബ്രാൻഡ്സ് എന്ന് പറയുന്നത് കോൾഗേറ്റ് പ്ലാക്സ്, പെപ്സോഡന്റ് എക്സ്പേർട്ട് എന്നൊക്കെ പറയുന്ന മൗത്ത് വാഷസ് ഈ ഗണത്തിൽ പെടുന്നതാണ്. നോർമൽ കോസ്മെറ്റിക് മൗത്ത് വാഷാണ്. അത് സോഷ്യൽ ഹൈജീന് വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു റിഫ്രഷ്മെൻറ്റ് എഫക്റ്റ് മാത്രം തരുന്ന ഒരു സംഭവമാണ് ഈ നോർമൽ കോസ്മെറ്റിക് മൗത്ത് വാഷ്. ഇനി അടുത്തത് തെറാപ്യൂട്ടിക് മൗത്ത് വാഷ് എന്ന് പറയും. തെറാപ്യൂട്ടിക് മൗത്ത് വാഷസിനാണെങ്കിൽ അതിനകത്ത് ആക്റ്റീവ് മെഡിസിനൽ ഇൻഗ്രീഡിയൻസ് ഉണ്ടാവും, ആൻറ്റി മൈക്രോബിയൽ എഫക്റ്റ് ഉള്ള മെഡിസിനൽ ഇൻഗ്രീഡിയൻസ് ഉണ്ടാവും. ഉദാഹരണത്തിന് ക്ലോറെക്സിഡിൻ, CPC പോലുള്ള തെറാപ്യൂട്ടിക് ആയിട്ടുള്ള ആൻറ്റി മൈക്രോബിയൽ എലമെൻറ്റ്സ് ഈ തെറാപ്യൂട്ടിക് മൗത്ത് വാഷസിനകത്ത് ഉണ്ടാവും. അത് മോസ്റ്റ്ലി നിങ്ങൾക്ക് മോണരോഗം പോലുള്ള പ്രശ്നങ്ങൾ, ജിഞ്ചൈവൈറ്റിസ്, ഗം ഡിസീസ് ഒക്കെ ഉള്ളപ്പോഴും, പ്ലേക്ക് ഒത്തിരി ഉള്ളപ്പോൾ പ്ലേക്ക് കൺട്രോളിങ്ങിൻ്റെ ഒക്കെ ഭാഗമായിട്ടോ അതല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സർജിക്കൽ പ്രൊസീജിയർ വായിൽ നടന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു സർജിക്കൽ ട്രീറ്റ്മെൻറ്റ്, ഉദാഹരണത്തിന് പല്ല് സർജിക്കലി എക്സ്ട്രാക്ട് ചെയ്ത ടീത്ത്, അതല്ലാതെ എന്തെങ്കിലും ഒരു ഓറൽ സർജറി അണ്ടർഗോൺ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിലൊക്കെയാണ് ഈ തെറാപ്യൂട്ടിക് മൗത്ത് വാഷ് ഡെന്റിസ്റ്റ് നിങ്ങൾക്ക് പ്രിസ്ക്രൈബ് ചെയ്യുന്നത്. അതിന് ഒരു ആൻറ്റി മൈക്രോബിയൽ ആയിട്ടുള്ള റോൾ ഉണ്ടാവും. അതാണ് തെറാപ്യൂട്ടിക് മൗത്ത് വാഷ് എന്ന് പറയുന്നത്. തെറാപ്യൂട്ടിക് മൗത്ത് വാഷിൻ്റെ അവൈലബിൾ ആയിട്ടുള്ള ബ്രാൻഡ്സ് എന്ന് പറയുന്നത് ലിസ്റ്ററിൻ എന്ന് പറയുന്ന ബ്രാൻഡ് യൂഷ്വലി തെറാപ്യൂട്ടിക്കിലാണ് വരുന്നത്. അതല്ലാതെ ക്ലോറെക്സിഡിൻ മൗത്ത് വാഷസ് ഉണ്ട്. അതിന് ക്ലോർഹെക്സ് എന്നൊക്കെ ബ്രാൻഡ് നെയിമിൽ അവൈലബിൾ ആണ്. ഇതൊക്കെ തെറാപ്യൂട്ടിക് മൗത്ത് വാഷാണ്. പിന്നെ വരുന്നത് സ്പെഷ്യലൈസ്ഡ് മൗത്ത് വാഷാണ്. ഈ സ്പെഷ്യലൈസ്ഡ് മൗത്ത് വാഷ് എന്ന് പറയുമ്പോൾ അതിന് പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഒരു സ്പെഷ്യൽ ദൗത്യം കാണും. അതിന് ഒരു സ്പെഷ്യൽ പർപ്പസിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്യുന്ന മൗത്ത് വാഷാണ് സ്പെഷ്യലൈസ്ഡ് മൗത്ത് വാഷ്. ഇത് സാധാരണഗതിയിൽ ഉപയോഗിക്കുന്ന സന്ദർഭങ്ങൾ എന്ന് പറയുന്നത് സെൻസിറ്റിവിറ്റി മൗത്ത് വാഷ് ഉണ്ട്. അത് സെൻസിറ്റിവിറ്റി ഒരുപാട് ഉള്ള പേഷ്യൻസിന് ആ ഒരു പർപ്പസ്, സെൻസിറ്റിവിറ്റി റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡെന്റിസ്റ്റ് പ്രിസ്ക്രൈബ് ചെയ്യും. സെൻസോഡൈൻ മൗത്ത് വാഷ് ഒക്കെ ആ പർപ്പസിന് ഉള്ളതാണ്. സെൻസോഡൈൻ്റെ മൗത്ത് വാഷ് ബ്രാൻഡ് അവൈലബിൾ ആണ്. അതൊക്കെ ആ പർപ്പസിനുള്ള സെൻസിറ്റിവിറ്റി, പല്ലിൻ്റെ സെൻസിറ്റിവിറ്റി മാറ്റാൻ വേണ്ടിയിട്ടുള്ളതാണ്. പിന്നെ ക്യാവിറ്റി പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മൗത്ത് വാഷ് ഡോക്ടർ അഡ്വൈസ് ചെയ്യാറുണ്ട്. അത് പേഷ്യൻസിൻ്റെ ഇനാമൽ വളരെ വീക്കായിരിക്കും, അവരുടെ ഷുഗർ ഇൻടേക്ക് ഒക്കെ ഒത്തിരി കൂടുതലായിരിക്കും. അങ്ങനത്തെ ടീത്ത് വളരെ കാരീസ് പ്രോൺ ടീത്ത് ആയിരിക്കും. കാരീസ് പ്രോൺ ടീത്തിൽ ക്യാവിറ്റി പ്രിവെൻഷന് വേണ്ടിയിട്ട് ഡെന്റിസ്റ്റ് അഡ്വൈസ് ചെയ്യുന്ന മൗത്ത് വാഷസ് ഉണ്ടാവും. ക്യാവിറ്റി പ്രിവെൻഷന് വേണ്ടിയിട്ട് അങ്ങനെയുള്ള കാരീസ് പ്രോൺ ടീത്ത് ഡെന്റിസ്റ്റ് ഐഡൻറ്റിഫൈ ചെയ്യുമ്പോൾ അങ്ങനെയുള്ള പേഷ്യൻസിന് പ്രിസ്ക്രൈബ് ചെയ്യുന്നതാണ് ഈ ഫ്ലൂറൈഡ് കണ്ടന്റ് ഉള്ള മൗത്ത് വാഷ്. അതിൻ്റെ ബ്രാൻഡ് കോൾഗേറ്റ് ക്യാവിറ്റി പ്രൊട്ടക്ഷൻ മൗത്ത് വാഷ് എന്നൊക്കെ ഒരു ബ്രാൻഡ് അവൈലബിൾ ആണ്. അതൊക്കെ ഈ ഒരു കാറ്റഗറിയിൽ വരുന്നതാണ്. പിന്നെ ഒരു ടൈപ്പ് മൗത്ത് വാഷ് എന്ന് പറയുന്നത് ഡ്രൈ മൗത്തിന് വേണ്ടിയിട്ട് ഡോക്ടർ അഡ്വൈസ് ചെയ്യുന്നതാണ്. ഈ ഡ്രൈ മൗത്ത് പല കണ്ടീഷൻസ് കൊണ്ട് വരാം. മോസ്റ്റ്ലി ചില മെഡിക്കേഷൻസ് എടുക്കുന്ന സമയത്ത്, ചില മരുന്നുകൾ കഴിക്കുന്ന സമയത്ത് ചില പേഷ്യൻസിന് ഡ്രൈ മൗത്ത് ഉണ്ടാവാം. അവർക്ക് വായിൽ സലൈവ കുറവായിരിക്കും. അങ്ങനത്തെ കേസിൽ ആ ഡ്രൈനെസ് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡെന്റിസ്റ്റ് അഡ്വൈസ് ചെയ്യുന്ന ഡ്രൈ മൗത്ത് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മൗത്ത് വാഷസും അവൈലബിൾ ആണ്. ബയോട്ടിൻ, ഫ്രഷ് ക്ലോർ എന്നൊക്കെ പറയുന്ന ബ്രാൻഡ്സ് ഈ പർപ്പസിന് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ പലതരത്തിലുള്ള മൗത്ത് വാഷസും അതിൻ്റെയൊക്കെ ഉപയോഗത്തെക്കുറിച്ച് നിങ്ങൾക്ക് ഏകദേശം ഒരു ധാരണ കിട്ടിയിട്ടുണ്ടാവുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഏതെങ്കിലും മാർക്കറ്റിൽ അവൈലബിൾ ആവുന്ന കണ്ണി കാണുന്ന മൗത്ത് വാഷസ് നിങ്ങൾ യൂസ് ചെയ്യരുത്. ഒരു ഡെന്റിസ്റ്റിനെ വിസിറ്റ് ചെയ്ത് നിങ്ങൾക്ക് എന്താണോ ഇൻഡിക്കേറ്റഡ് ആയിട്ടുള്ള ആ മൗത്ത് വാഷ് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക.
മൗത്ത് വാഷ് ഉപയോഗിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ചില ടിപ്സും കൂടി പറഞ്ഞുതരാം. മൗത്ത് വാഷ് വായിലേക്ക് എടുത്തു കഴിഞ്ഞാൽ കുറച്ച് സമയം അത് വായിൽ വെച്ചേക്കണം. പെട്ടെന്ന് റിൻസ് ചെയ്തിട്ട് പെട്ടെന്ന് വെള്ളം വെച്ച് റിൻസ് ചെയ്യരുത്. അങ്ങനെയാണെങ്കിൽ ആ മൗത്ത് വാഷിൻ്റെ കണ്ടന്റ് എല്ലാം പോയിട്ട് നിങ്ങൾക്ക് ആ ഉദ്ദേശിക്കുന്ന ആ ഒരു എഫക്റ്റ് കിട്ടത്തില്ല. അപ്പോൾ അതുകൊണ്ട് മൗത്ത് വാഷ് ഇമീഡിയറ്റ്ലി വെള്ളം വെച്ച് റിൻസ് ചെയ്ത് കളയരുത്. 30 മിനിറ്റ് റൂൾ എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്. 30 മിനിറ്റ് റൂൾ എന്ന് പറയുന്നത് നിങ്ങൾ ബ്രഷ് ചെയ്ത് കഴിഞ്ഞ് ഒരു 30 മിനിറ്റ് വെയിറ്റ് ചെയ്തതിന് ശേഷം കഴിയുമെങ്കിൽ മൗത്ത് വാഷ് ഉപയോഗിക്കുക. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ മൗത്ത് വാഷ് കൊണ്ട് റിൻസ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ടൂത്ത് പേസ്റ്റിലുള്ള ഫ്ലൂറൈഡ് കണ്ടൻറ്റ് ബ്രഷ് ചെയ്ത ഉടനെ നിങ്ങൾ മൗത്ത് വാഷ് കൊണ്ട് റിൻസ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ടൂത്ത് പേസ്റ്റിലുള്ള ഫ്ലൂറൈഡ് കണ്ടൻറ്റ് ഇൻഎഫക്റ്റീവായി പോവും. അത് റിൻസ് ഓഫ് ആയി പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ ടൂത്ത് പേസ്റ്റിന് കൊണ്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആ ഒരു ഫലം നിങ്ങളുടെ പല്ലിന് കിട്ടില്ല. അതുകൊണ്ടാണ് 30 മിനിറ്റ് റൂൾ എന്ന് പറയുന്നത്. ടൂത്ത് ബ്രഷിങ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഒരു 30 മിനിറ്റ് വെയിറ്റ് ചെയ്തതിന് ശേഷം മാത്രം മൗത്ത് വാഷ് ഉപയോഗിച്ച് മൗത്ത് റിൻസ് ചെയ്യുക. പിന്നെ ഉള്ള ഒരു ടിപ്പ് എന്ന് പറയുന്നത് മൗത്ത് വാഷസിലെ ആൽക്കഹോൾ കണ്ടന്റ് ഒന്ന് ശ്രദ്ധിച്ചേക്കണം. നിങ്ങൾക്ക് സെൻസിറ്റീവ് ആയിട്ടുള്ള മൗത്ത് അല്ലെങ്കിൽ ഡ്രൈ മൗത്ത് പൊതുവെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആൽക്കഹോൾ ഫ്രീ മൗത്ത് വാഷ് ചൂസ് ചെയ്യുക. ആൽക്കഹോൾ കണ്ടന്റ് ഉള്ള മൗത്ത് വാഷ് ബേണിംഗ് സെൻസേഷനും ഡ്രൈനെസ്സും കൂട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ 3 കാര്യങ്ങൾ മൗത്ത് വാഷ് ഉപയോഗിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കുക. അപ്പോൾ അത്രയേ ഉള്ളൂ. താങ്ക്സ് ഫോർ ലിസണിങ്. സീ യു ഇൻ നെക്സ്റ്റ് വീഡിയോ. ബൈ ബൈ.